The Real FM 103.6. ശ്രദ്ധ. ഉത്സവത്തിനിടെ ആനകളിടഞ്ഞ് വീണ്ടും ഒരു വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു. കൊയിലാണ്ടി മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ അവസാന ദിവസമായ ഇന്നലെ മടക്കെഴുന്നള്ളത്ത് ചടങ്ങിനായി ഒരുക്കി നിർത്തിയിരുന്ന ആനകൾ വിരണ്ടാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ക്ഷേത്രത്തിലുണ്ടായിരുന്ന 3 പേർ മരണപ്പെടുകയും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നാടിനെ പിടിച്ചുകുലുക്കിയ ഈ ദാരുണ സംഭവത്തെക്കുറിച്ച് ഇന്ന് ശ്രദ്ധയിൽ ആദ്യം പ്രതികരിക്കുന്നു പ്രദേശവാസിയും അപകടത്തിൽ പരിക്കേറ്റയാളുടെ ബന്ധുവുമായ വികാസ് ബാബു എളാട്ടേരി. വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഭയാനകമായ ഒരു സംഭവം ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ആൾക്കൂടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിപ്പോയി. എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് കൊയിലാണ്ടി ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരെയാണ് ഈ മണക്കുളങ്ങര ദേവീക്ഷേത്രം. ഈ പ്രാവശ്യം എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്നതിൽ 2 ആനകൾ, ഗുരുവായൂർ ദിവസത്തിന്റെ ആനകളെന്നാ പറഞ്ഞത്. ഈ 2 ആനകളെ കൊണ്ടുപോകുന്നത്. അതില് ഒരാനയ്ക്ക് മറ്റാനകളെ കുത്തുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ആനയാണ് എന്ന് പറയപ്പെടുന്നു. നമുക്ക് അതിനെ പടക്കമൊക്കെ പൊട്ടിക്കല്ലോ. ഇത് പൊട്ടിച്ചത് കുറച്ച് അടുത്ത് നിന്നായിപ്പോയി, ആനയുടെ അടുത്ത്. അപ്പം ഇതിനു വേണ്ടിയിട്ട് എഴുന്നള്ളത്തിന് വേണ്ടി ഇറങ്ങാൻ നിൽക്കുന്ന ആനകളുടെ അടുത്ത് നിന്ന് പൊട്ടിച്ചപ്പോൾ, സാധാരണ ഗ്രൗണ്ടിന്റെ ഭാഗത്ത് നിന്ന് പൊട്ടിക്കാറ്, ഇത് ആ കുളത്തിന്റെ ആ ഭാഗത്ത് നിന്ന് പൊട്ടിച്ചപ്പോൾ ആന വല്ലാണ്ട് വരണ്ടു. പിറകിലെ ആന, ആ ആന മുന്നിലിരിക്കുന്ന ആനയെ കുത്തുകയും ചെയ്തു. അപ്പൊ ആ മുന്നിലെ ആന വെട്ടിത്തിരിയുകയും പെട്ടെന്ന് അവിടെ ഒരു ബഹളമാവുകയും വല്ലാത്തൊരു അവസ്ഥ അവിടെ ആവുകയും അതിനിടയിലാണ് ആ പഴയ ബിൽഡിങ്ങിലേക്ക് പോയിട്ട് ആന തട്ടുന്നത്. ബിൽഡിംഗ് പൊളിഞ്ഞു വീണിട്ടാണ് അവിടെ മരിച്ചവരിലധികവും പ്രായമുള്ള ആൾക്കാരാണ്. 3 പേരാണ് ഇപ്പൊ മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഇരുന്ന യുവജനങ്ങളൊക്കെ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആഘോഷത്തിമിർപ്പിലൊക്കെ ആയിരുന്നു, വരവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എവിടെ ഉണ്ടായിരുന്നു? കമ്മിറ്റിക്കാർ കുറച്ചുപേരും, പിന്നെ നമ്പൂതിരിമാരും, പിന്നെ ഈ പ്രായമായ അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്. അതില് ആനപ്പുറത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചാടി രക്ഷപ്പെട്ടു. പിന്നെ ബിൽഡിംഗ് വേസ്റ്റും കാര്യങ്ങളെല്ലാം കൂടി വീണപ്പോഴാണ് ആൾക്കാർ മരണപ്പെടുകയുണ്ടായത്. ഏകദേശം 20ഓളം പേർക്ക് പരിക്കുണ്ട്. കൊയിലാണ്ടി ജനറൽ ഹോസ്പിറ്റൽ, അതായത് കൊയിലാണ്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലും പിന്നെ മെഡിക്കൽ കോളേജിലുമായിട്ടാണ് ആൾക്കാരെ ചികിത്സക്കായിട്ട് എത്തിച്ചിട്ടുള്ളത്. ഇപ്പൊ അറിയാൻ പറ്റിയ വിവരം വെച്ചിട്ട് 2 സ്ത്രീകളും ഒരു പുരുഷനും ഉൾപ്പെടെ 3 പേര് മരണപ്പെട്ട് കഴിഞ്ഞു. ബാക്കിയുള്ള അവസ്ഥകളിൽ ഗുരുതരമായ പരിക്കുകൾ ഉള്ളവരുണ്ട്. അതെന്താന്നൊക്കെ എല്ലാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. അവസ്ഥ അത്രയും ഭീകരമായ അവസ്ഥയായതുകൊണ്ട് തന്നെ ആർക്കൊക്കെ എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയുള്ള സമയങ്ങളിൽ അറിയാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല സംഭവത്തെക്കുറിച്ച് ശ്രദ്ധയോട്. ദാരുണമായിട്ടുള്ള സംഭവമാണ് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ ഇടയ്ക്ക് വരവുള്ള സമയത്തായിരുന്നു ആന ഇടഞ്ഞിട്ടുള്ളത്. 2 ആനയായിരുന്നു. ഒരാന മറ്റേ ആനേനെ കുത്തുവാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു ബിൽഡിംഗിലേക്ക് കയറി ആ ക്ഷേത്രത്തിന്റെ ബിൽഡിംഗ് വീണ്. പഴയ ബിൽഡിംഗ് ആയിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ആർക്കും പേർക്കുണ്ടായില്ല. പക്ഷെ ഇത് കണ്ട് ജനങ്ങള് ചെതറി ഓടി. അങ്ങനെയാണ് മരണവും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ മെഡിക്കൽ കോളേജിൽ ഒരു 10 വയസ്സുള്ള കുട്ടിയടക്കം 12 പേരാണ് ഇപ്പം മെഡിക്കൽ കോളേജിലുള്ളത്. പിന്നെ 3 ഡെത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. 2 ബോഡിയും മെഡിക്കൽ കോളേജിലാണുള്ളത്. ഒരു ബോഡി മൈത്ര ഹോസ്പിറ്റലിലാണുള്ളത്. അതിങ്ങോട്ട് കൊണ്ടുവരും. ഇതാണ് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം. ഇതാണ് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പ്രശ്നമൊന്നും ആർക്കുമില്ല. പരുക്കുകളുണ്ട്, എല്ലിനും മറ്റു ചതവും പിന്നെ മുറിവ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മെഡിക്കൽ കോളേജിന്റെ എല്ലാ രീതിയിലേക്കുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലാണുള്ളത്. മരണപ്പെട്ട ആളുകളുടെ ബോഡിയും മെഡിക്കൽ കോളേജിലാണുള്ളത്. ആനകളെ ചമയങ്ങളഴിച്ച് സുരക്ഷിത അകലത്തിലേക്ക് മാറ്റിയ ശേഷം മാത്രമേ വെടിക്കെട്ട് ചടങ്ങുകൾ നടത്താവൂ എന്ന നിർദ്ദേശം പാലിക്കുന്നതിൽ നിരന്തരമായി വീഴ്ചയുണ്ടാകുന്നു. ആനയുടമ ശ്രീജിത്ത്. കൊയിലാണ്ടിയിലത്തെ വിഷയം ഞാൻ മനസ്സിലാക്കിയത് ചാനലുകളിലും മെസ്സേജുകളിലും കണ്ട് മനസ്സിലാക്കി പറയാണ്. ആനകളെ തൊട്ടടുത്ത് വെച്ചാണ് അവിടെ അത്രയും വലിയ വെടിക്കെട്ട് നടത്തിയെന്നാണ് പറയുന്നത്. ആനകളെ ഉള്ള സ്ഥലങ്ങളിൽ വെടിക്കെട്ട് ഉണ്ടെങ്കിൽ അത് ആനകളെ ഉത്സവം കഴിഞ്ഞ് നെറ്റിപ്പട്ടവും ചമയങ്ങളും അഴിച്ച് സുരക്ഷിതമായി ബന്ദോബസ്ത് ആക്കിയിട്ട് വേണം അത് പൊട്ടിക്കാൻ. ഇത്രയും ഒച്ച ആനകളുടെ അടുത്ത് പൊട്ടുമ്പോൾ ആനകൾ പെട്ടെന്ന് പേടിച്ച് കാണാൻ സാധ്യതയുണ്ട്. പിന്നീട് മനസ്സിലാക്കിയത് ഏതൊരു ബിൽഡിങ്ങിന്റെ ചുമരെല്ലാം അടർന്ന് വീണിട്ടാണ് ആളപായം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ ആ ഭാഗത്ത് ഒത്തിരി സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ വെടിക്കെട്ടൊക്കെ നടത്തുമ്പോൾ നമ്മൾ ആനകളെ ഉത്സവം കഴിഞ്ഞ് സുരക്ഷിതമായി കെട്ടാനുള്ള സാവകാശം കൊടുക്കണം. എക്സ്പീരിയൻസ് ഉള്ള എലിഫന്റ് സ്ക്വാഡ് വേണം. അവരുടെ സേവനം വിനിയോഗിക്കണം. നമ്മളെ ഒന്നും നിസ്സാരവൽക്കരിക്കരുത്. ഒന്നാമത് അമിതമായ
നിയമപ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ സൂക്ഷിക്കാൻ തയ്യാറാവണം. ആനകളിൽ നിന്ന് പൊതുജനങ്ങളെ അകറ്റി നിർത്തന്നെ വേണം. ജനങ്ങൾ അങ്ങനെ കയ്യകലത്ത് വരാനും ഒന്നും വരാതെ, അല്ലെങ്കിൽ ആനയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന ആനപ്പാപ്പാന്റെ അനുവാദമില്ലാതെ അപകട സാധ്യത ഉണ്ടായതിനു ശേഷം അതിനെ വലുതാക്കിയിട്ട് കാര്യമില്ല. എനിക്ക് മനസ്സിലായൊരു വസ്തുത അതാണ്. വെടിക്കെട്ടൊക്കെ നടത്തുമ്പോൾ ആനകളെ സുരക്ഷിതമായി നിർത്താനുള്ള ഉത്തരവാദിത്തം ആദ്യമേ കാണിക്കണം. അതിനുശേഷമേ അമ്പല കമ്മിറ്റി വെടിക്കെട്ട് നടത്താൻ പാടുള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് പേടിച്ചാണ്. ഒത്തിരി ഉച്ചത്തിലുള്ള ശബ്ദം പെട്ടെന്ന് വന്നപ്പോൾ എവിടെ നിന്നും ഉണ്ടായി എന്നൊരു ഭയത്തിലുണ്ടായിട്ടുള്ള സംഗതിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരുപാട് NGOs കേരളത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കാനും വേണ്ടി ഒരു മേഖലയിൽ നിന്ന് നന്നായി പരിശ്രമിക്കുന്നുണ്ട്. അതിനിടയിലാണ് നിർഭാഗ്യകരമായി ഇത്തരം വിഷയങ്ങൾ വരുന്നത്. ഞാൻ ഇപ്പോഴും സംശയിക്കുന്നു, ഇത്തരത്തിലുള്ള ശക്തികളുടെ കടന്നുകയറ്റം ആനകളുടെ ഇടയിലുകളിലും ആനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളിലും ഉണ്ടോ, സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്നു. ഇതൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ പാലിക്കേണ്ടതായ സ്വയം നിയന്ത്രണങ്ങൾ പാലിച്ചേ പറ്റൂ. വെടിക്കെട്ട് അമ്പലത്തിലും ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി അത് ആനകളുടെ പാപ്പമാരുമായോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുമായോ പറഞ്ഞ് ഉത്സവം കഴിഞ്ഞാൽ ആനകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ട് പൊട്ടിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു നിർഭാഗ്യകരമായ ഒരു അവസ്ഥ അവിടെ സംഭവിക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി നടപ്പാക്കാത്ത പക്ഷം ഇനിയും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുമെന്നുറപ്പാണ്. ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് സംഘടനയുടെ സെക്രട്ടറി VK വെങ്കിടാചലം ശ്രദ്ധയോട്. ഈ ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സിന്റെ ഹർജി പരിഗണിച്ചിട്ട് കേരള ഹൈക്കോടതി കർശന നിയമവ്യവസ്ഥകൾ ഏർപ്പെടുത്തി മാത്രമേ ആനകളെ എഴുന്നള്ളിക്കാവൂ എന്നും ഇത് സർക്കാർ അടിയന്തരമായിട്ട് ഉത്തരവിറക്കി നടപ്പിലാക്കേണ്ടതാണെന്നും അങ്ങനെ നടപ്പിലാക്കാനായിട്ട് ഉത്തരവിറക്കുന്നവരെ ഈ ഉത്തരവ് അടിയന്തരമായിട്ട് എല്ലാ ക്ഷേത്രക്കാരും അമ്പലക്കാരും പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് 2024 നവംബർ 13 ഉത്തരവിറക്കി. അത് ഒരു മാസത്തോളം ഭംഗിയായിട്ട് പാലിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഉത്സവ സംഘാടകര് ഇതുകൊണ്ട് പറ്റില്ല എന്നും ഇത് ഞങ്ങൾക്ക് ഗുണകരമല്ല എന്നും ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നതിന് തടസ്സമുണ്ടെന്നും പറഞ്ഞ് സുപ്രീം കോടതി പോയപ്പോ സുപ്രീം കോടതി കേരള സർക്കാരിനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് ഞങ്ങൾ ഇറക്കിയിട്ടില്ല എന്ന് കേരള സർക്കാർ പറഞ്ഞപ്പോൾ ഉത്തരവ് നിലവിലില്ലാത്തതിനാൽ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച പുതിയ ആന എഴുന്നള്ളിപ്പ് ചട്ടം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ചെയ്യാനായിട്ട് കാരണമായിട്ട് പറഞ്ഞത് തൃശ്ശൂർ തിരുവമ്പാടി ക്ഷേത്രക്കാരെ അവർക്ക് ഒരു ദിവസം രാത്രി 6 മണിക്കൂർ ആനകളെ എഴുന്നള്ളിക്കാനായിട്ട് അനുമതി തേടി പോയി. ഈ പുതിയ നിയമപ്രകാരം അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്നത്തെ ദിവസത്തേക്ക് ഒരു ഇളവ് തരണം എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി തിരുവമ്പാടി ക്ഷേത്രക്കാർക്ക് മാത്രമാണ് തൃശ്ശൂരിൽ ഒരു ദിവസം 6 മണിക്കൂർ എഴുന്നള്ളിപ്പ് നടത്താനായിട്ട് ഈ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തത്. പക്ഷേ മാധ്യമങ്ങളും സർക്കാരും ഇതെല്ലാവർക്കും ബാധകമായിട്ടുള്ള സ്റ്റേ ആണെന്ന് പറഞ്ഞ് വ്യാപകമായി പ്രചരണം തെറ്റായി നടത്തിയപ്പോൾ ജനങ്ങൾ മുഴുവനും വിചാരിച്ചു പുതിയ നിയമം പ്രാവർത്തികമല്ല, പഴയത് തന്നെ ചെയ്യാന്ന് പറഞ്ഞു. പഴയതെന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു ദിവസം 6 മണിക്കൂറെ തുടർച്ചയായിട്ട് എഴുന്നള്ളിക്കാവൂ, ഒരു മതിൽക്കെട്ടിനുള്ളിൽ 3-ൽ കൂടുതൽ ആനകളെ കയറ്റരുത്, മാത്രമല്ല ഈ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 6 മണിക്കൂർ എഴുന്നള്ളിക്കുക, അല്ലെങ്കിൽ ആദ്യം 4 മണിക്കൂർ എഴുന്നള്ളിച്ചിട്ട് 12 മണിക്കൂർ റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും 4 മണിക്കൂർ എഴുന്നള്ളിക്കുക. പകലെ എഴുന്നള്ളിച്ച ആനകളെ രാത്രി എഴുന്നള്ളിക്കരുത്, രാത്രി എഴുന്നള്ളിച്ച ആനകളെ പിറ്റേ ദിവസം പകലെ എഴുന്നള്ളിക്കരുത്. മാത്രമല്ല ഈ ആനകളെ എഴുന്നള്ളിക്കുന്ന സമയത്ത് ആനകളെ എഴുന്നള്ളിക്കുന്ന ജില്ലയിലത്തെ ചീഫ് വെറ്ററിനറി ഓഫീസറുടെ എഴുന്നള്ളിപ്പ് ദിവസത്തെ ഒപ്പോട് കൂടിയിട്ടുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം എന്നതിൽ പറയുന്നുണ്ട്. ഇത് മുഴുവൻ വ്യാപകമായി ലംഘിച്ച് രാവും പകലും ആനകളെ 12-13 മണിക്കൂറും നേരം എഴുന്നള്ളിക്കുന്നതാണ് സുപ്രീം കോടതി ഈ സ്റ്റേ കൊടുത്തേ പിന്നെ കേരളത്തിൽ എങ്ങോളം ഇങ്ങോളം കാണുന്നത്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും പല കളക്ടർമാർക്കും മെയിൽ അയച്ചാലും അവര് ഈ വിധി നടപ്പിലാക്കാനായിട്ട് ഒന്നും ചെയ്യാറില്ല എന്ന് മാത്രമല്ല കോഴിക്കോട് ജില്ലാ കളക്ടർ ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് മീറ്റിംഗ് തന്നെ ശരിക്കും വിളിക്കാറില്ല. കോഴിക്കോട് ജില്ലയിൽ ഇത് സംബന്ധിച്ച് വലിയ അവബോധമൊന്നും ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ല, പോലീസിനും ഇല്ല, മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥർക്കും ഇല്ല. തൃശ്ശൂരിൽ നിന്ന് ഒരാള് അവിടെ വന്നിട്ടാണ് ജില്ലാ കളക്ടർക്ക് ഇതിനെ കുറിച്ചിട്ട് ബോധം ഉണ്ടാക്കി കൊടുക്കണം. മാത്രമല്ല ഈ നാട്ടാന മോണിറ്ററിംഗ് സമിതിയാണ് എല്ലാ ജില്ലയിലും ഇത് നടപ്പിലാക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ജില്ലാ കളക്ടറാണ് ഹൈക്കോടതി ഇതിന്റെ ഫീൽഡ് ഓഫീസറായിട്ട് വെച്ചിട്ടുള്ളത്. ഒരു ജില്ലയിലും ജില്ലാ കളക്ടർ ഈ മീറ്റിംഗ് നേരിട്ട് വന്ന് വിളിച്ചു കൂട്ടാറില്ല. ADM-നാണ് ഇതിന്റെ ചുമതല കളക്ടർമാർ കൊടുക്കണം. ADM-മാർക്ക് നിയമം നടപ്പിലാക്കാൻ താല്പര്യമില്ല എന്നുള്ളതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഗുരുവായൂർ ആനകൾ നിയമം ലംഘിച്ച് ജില്ല മാറി കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഈ 3 പേര് മരിച്ചു എന്നുള്ള വാർത്ത ഈ സമയം പുറത്തു വരുന്നത്. നാളെ മുതൽ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി അടിയന്തരമായിട്ട് നടപ്പിലാക്കിയില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ആനകൾ ഇറഞ്ഞോടും. അതുകൊണ്ട് മന്ത്രിസഭയും സർക്കാരും കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച കർശന വ്യവസ്ഥകൾ അനുസരിച്ച് മാത്രമേ എഴുന്നള്ളിപ്പ് നടത്താവൂ എന്ന് ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് പൊതു താല്പര്യാർത്ഥം എല്ലാവരോടും അഭ്യർത്ഥിക്കാം. നിരന്തരം അപകടങ്ങൾ ആവർത്തിച്ചിട്ടും മാറ്റമില്ലാതെ തുടരുന്ന സമ്പ്രദായങ്ങളെക്കുറിച്ച് സമൂഹം ഉത്തരവാദിത്തത്തോടെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പിഴവുകൾക്ക് വിലയായി പകരം നൽകേണ്ടിവരുന്ന മനുഷ്യജീവനുകൾ ഒരു ഓർമ്മപ്പെടുത്തലായി ഇവിടെ അവശേഷിക്കുന്നു. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.